പ്രാർത്ഥിച്ച് പിന്നെ പുള്ളി തിരിച്ചുപോയി വീണ്ടും ഒരാഴ്ച കൊണ്ട് മുഖ്യമന്ത്രിയായി ഈ ക്ഷേത്രം ഭയങ്കരമായ ട്രെൻഡായി മാറി. ഈ കർണാടകത്തിൽ നിന്ന് ഒരുപാട് പേരാണ് വെള്ളിയാഴ്ച പൂജയ്ക്ക്. ഇതൊരു ദേവീക്ഷേത്ര, ഒരു പ്രത്യേക ദിവസം പൂജ, ഒരു പ്രത്യേക ദിവസം പൂജ ഉണ്ടല്ലോ അല്ലേ? വെള്ളിയാഴ്ചയാണ്. വടുവ് നക്ഷത്രം അറിയാം, നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഇപ്പുറം അന്നപൂർണേശ്വര ക്ഷേത്രമുണ്ട്. പിന്നെ പറശ്ശിനിക്കടവ് വരും. പറശ്ശിനിക്കടവ് രാജരാജേശ്വരി എല്ലാം. പറശ്ശിനിക്കടവല്ല, രാജരാജേശ്വരി ക്ഷേത്രവും ഈ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രമൊക്കെ ഞങ്ങൾ കുറച്ച് നമ്മളിങ്ങനെ ഇവിടെ ഉള്ള ഏരിയ എല്ലാം പോയിന്റുകളെല്ലാം കവർ ചെയ്ത് ഞങ്ങളിപ്പം അതെല്ലാം ഓരോ സ്ഥലത്തും പോകാൻ പോവുകയാണ്. 25-ാം തീയതി ഞങ്ങൾ 25-ാം തീയതി കുഴപ്പമില്ല. എല്ലാ ഭാഗത്തെയും എല്ലാം കവർ ചെയ്തു. സാധ്യതകളുണ്ട്. കണ്ണൂരിന്റെ സാധ്യത എനിക്ക് അധികം പുറത്തേക്ക് ടൂറിസം അങ്ങനെ വല്ലാതെ കുട്ടാട് ബീച്ചൊക്കെ നല്ല രീതിയിൽ ആളുകൾ വരുന്നത്. ബീച്ച് സംവിധാനങ്ങൾ നമ്മൾ DTPC ടെൻഡർ ചെയ്ത് കൊടുത്തിട്ടുള്ള നടപടിക്രമമാണ്. അതിന്റെ അപ്പുറം ഒട്ടകം ഇല്ല, ഇപ്പൊ ഇല്ല. പിന്നെ അതിന്റെ അപ്പുറം നമ്മുടെ വയലപ്ര ഇപ്പൊ കുറച്ച് ലോക്കൽ ആളുകളാണ് കൂടുതൽ വരുന്നത്. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ കണ്ണൂരാണോ? കണ്ണൂർ. വളരെ ശരിയായിട്ട് ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് 600 ഏക്കർ അതിമനോഹരമായിട്ടുള്ള, അതായത് നമ്മളതിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അതിന്റെ പഴയ മൂഷക രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു മാടായിപ്പാറ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പാറയുടെ പ്രത്യേകത ഓരോ സീസണിൽ 600 ഏക്കർ ഓരോ കളറിലാണ്. അതായത് ആ പാറയിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച ഏഴുമലയുടെ താഴ്വാരം അതിമനോഹരമാണ്. അത് ഈ ഒരു കാലത്ത് ഓണസമയമാകുമ്പോൾ പാറ മുഴുവൻ വയലറ്റ് കളറാണ്. അപ്പോൾ നിങ്ങൾ നിന്ന് നോക്കിയാൽ മുഴുവൻ വയലറ്റ് ഇങ്ങനെ നിറഞ്ഞു. അത് വെച്ചാൽ കാക്കപ്പൂ വിരിയുന്നതാണ്. പാറ മുഴുവൻ കാക്കപ്പൂ വിരിയുന്നതാണ്. മഴക്കാലം ഗ്രീനിഷ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പിങ്ക് കളറിലേക്ക് മാറും പാറ. അതായത് ഒരു പ്രത്യേകതരം പുല്ലുണ്ട്. ആ പുല്ലിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൻ്റെ കളർ പിങ്കാണ്. അപ്പോൾ ഇത് മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് വിരിയുമ്പോൾ പിങ്ക് കളറാവും. പിന്നീട് ഇനി വേനൽക്കാലമാകുമ്പോൾ അത് പൂർണ്ണമായും ഗോൾഡൻ കളറിലേക്ക് മാറും. അതായത് ഈ പുല്ല് വളർന്നിട്ട് അതിന് ഉണക്കം തട്ടുമ്പോൾ ഈ സൂര്യപ്രകാശം കൂടി കൊള്ളുമ്പോൾ അതിങ്ങനെ സ്വർണ്ണത്തിൽ സൂര്യപ്രകാശം കൊള്ളുന്ന വഴി ഇങ്ങനെ അതൊരു പ്രകൃതിയുടെ തന്നെ ഒരു വൈവിധ്യമാണ്. നേരത്തെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവർ സിനിമ ഷൂട്ടിങ് ഇപ്പോൾ കൊടുക്കുന്നില്ല. ദേവസ്വം കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഷൂട്ട് ചെയ്തവരൊന്നും അവിടെ ക്ലീൻ ചെയ്യാതെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അവർ പോയി. കുറേ പടങ്ങളുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ ബാഹുബലിക്കൊക്കെ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. അവരുടെ ക്യാമറ യൂണിറ്റ് മാത്രം വന്നിട്ട് കുറച്ച് ലാൻഡ് അവിടെ നിന്ന് കവർ ചെയ്തു. പഴശ്ശിരാജയൊക്കെ അവിടെ നിന്ന് ഷൂട്ട് നടന്നു. പഴശ്ശിരാജയുടെ ഒക്കെ കുറച്ച് പോർഷൻസ് അങ്ങനെ നടന്മാർ വന്നിട്ടല്ല, ഇതിൻ്റെ ഒരു കവർ ചെയ്ത് പോയിട്ടുണ്ട്. ബാഹുബലിയിൽ അവർ കുറേ വന്നിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അവരെവിടെയെല്ലാം അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അവരെല്ലാം ഇതല്ല, പക്ഷെ അവർ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നെ ഒട്ടുമിക്കാറ് ഉള്ളവർക്ക് അറിയാവുന്നത്. അപ്പം നമ്മൾ സർക്കാരിൻ്റെ വക സൈഡിൽ നിന്നായിരുന്നാൽ പോലും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെപ്പോലെയുള്ള ഏജൻസിന് ഒരു ഇത് അറിയിക്കാനായിട്ടുള്ള നമുക്കൊരു നടത്തിയാൽ മാത്രമേ ടൂറിസം പ്രൊഫഷണൽ ക്ലബ്ബാണ് 10-450 തന്നെ ഏറ്റവും വലിയ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് എല്ലാം പ്രൊഫഷണൽ ടൂർ ഓപ്പറേറ്റേഴ്സാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണൂർ കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് നമുക്ക് ഇത് കൊടുക്കാനും അവരുടെ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട സാധ്യത ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു തെയ്യമൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ ആക്ച്വലി പറഞ്ഞപ്പോഴത്തേക്ക് അത് കേൾക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോഡക്റ്റിന് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഭംഗിയായിട്ട് വിൽക്കാൻ പറ്റും. അതിനുള്ള ഇതാണ് ഞാനിപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഒരു ശ്രമം നമ്മുടെ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. ഈ ഓരോൻ്റെ ഈ ഡീറ്റെയിൽസ് വെക്കാൻ വേണ്ടിയിട്ട്
ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാടായിപ്പാറയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ജൂതക്കുളമുണ്ട്. അത് ജൂത വിഭാഗം താമസിക്കുക. പക്ഷേ ഹിസ്റ്ററിയിൽ പറയുന്നത് അവിടെ ജൂത വിഭാഗവും മുസ്ലിം വിഭാഗം, അതിൽ അഹമ്മദീയ വിഭാഗമുണ്ട്, ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്, ഹിന്ദു വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗം. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ എല്ലാ മതവിഭാഗങ്ങളും ഒന്നുപോലെ ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു പോയ ഒരു ചരിത്രം, ഒരു പാസ്റ്റ് ഈ പ്രദേശത്തിനുണ്ട്. ജൂതക്കുളം ഇപ്പോഴും ഉണ്ട്. അവർ ആ കൺസ്ട്രക്ഷനിൽ മാത്രം അവർ വെള്ളമെടുക്കാൻ വേണ്ടി അതിപ്പോഴും മാടായിപ്പാറയിൽ ജൂതക്കുളമുണ്ട്. ഒരിക്കലും പറ്റാത്ത, ഇത്രയും വലിയ പാറയിലാണ്, അത് പറ്റാറില്ല. അതുപോലെ പറ്റാത്ത പിന്നെ ഈ പൂരംകുളി നടക്കുന്നത്, അതായത് മാടായിക്കാവ് പൂരംകുളി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. ഇത് പൂരക്കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ പൂരംകുളിക്ക് വേണ്ടി നടത്തുന്ന ആ കുളവും പാറക്കെട്ടാണ്, പറ്റില്ല. വെയിലെന്ന് പറഞ്ഞാൽ അത്രയും തീവ്രമായ വെയിലുണ്ടായാലും അങ്ങനെ കുറേ വൈവിധ്യങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മാടായിപ്പാറ. നേരത്തെ കരിമണലല്ല, അത് മറ്റേ നേരത്തെ നമ്മുടെ ചൈന ക്ലേ ഉണ്ട്, പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന സംവിധാനം അവിടെ ഉണ്ട്. അത് ഇപ്പം നിർത്തി, നിർത്തി. അവരും അതിൻ്റെ സംരക്ഷണമൊക്കെ ആയിട്ട് അവർ തന്നെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഈ സീസണിൽ ഏറ്റവും വലിയ തെയ്യം. അപ്പോൾ ഈ നമ്പർ ഓഫ് തെയ്യങ്ങൾ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്ത് ഒരു സാധനമാക്കിയത് ഓരോ സാധനത്തിനും ഓരോ തയ്യാറാക്കിയതുണ്ട്. കലണ്ടർ ഉണ്ട്. ഓരോ സീസണിലും ഈ ആളുകൾ വന്നതിന് മാത്രം 1 by 1 ആയിട്ട് പ്രൊമോട്ട് ചെയ്യണം. എന്നിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, ഈ ഹോട്ടലുകളെല്ലാം ഫില്ലാക്കണം. അങ്ങനെയുള്ള നല്ല ആ സാധ്യതയെ കണ്ടു. നന്നായി തെയ്യം കൈത്തറി, കൈത്തറി വസ്ത്രങ്ങൾ, ഫുഡിന് വലിയ സാധ്യത. ഇതിപ്പോ കൈത്തറി ഞാനൊക്കെ ഇടുന്ന ഇതാ കൈത്തറിയാണ്, കല്യാശ്ശേരി കൈത്തറിയാണ്. ഇത് വളരെ കംഫർട്ടാണ് ഡ്രസ്സ്. പക്ഷേ ഇത് ഏറ്റവും ഡിബേറ്റ് സമയത്താണ് കുറച്ചധികം വെച്ച് വാങ്ങിച്ചാൽ മതി, ഡിബേറ്റ് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീവേഴ്സിലൊക്കെ പോയാൽ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു തൊഴിലാളിയുടെ ഒരു ഫുൾ എഫേർട്ട് അതിനകത്തുണ്ട്. മറ്റേത് മണിക്കൂറിൽ പവറുകൾ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് തൊഴിലാളി ഇപ്പോഴും ഇരുന്ന പഴയ സിസ്റ്റത്തിൽ അവർ കൈകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടാക്കാറ്. ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് ഇവിടെ, കാഞ്ഞിലോട് വ്യൂവേഴ്സ്, കല്യാശ്ശേരി വ്യൂവേഴ്സ്, ചിറക്കൽ, ആ പോയിന്റുകൾ കൂടി നിങ്ങൾ കവർ ചെയ്യും. ഇപ്പോൾ വേറൊരു പ്രത്യേകത കണ്ണൂർ സിറ്റിക്കകത്ത് തന്നെ ചിറക്കൽ വ്യൂവേഴ്സ് ഉണ്ട്, ഉണ്ട്, കാഞ്ഞിരോട് കവിത No, this is different. No, sir. I'm sorry. No worries. No worries. He told me. No, nothing else. It's okay. അപ്പോൾ കൈത്തറി നിങ്ങൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് നന്നായി. ഇപ്പോൾ നമ്മുടെ ഇവരുണ്ടല്ലോ, നമ്മളെ നിഫ്റ്റ് ഫാഷൻ ടെക്നോളജിയുടെ, അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ഒരുപാട് സ്റ്റഡി നടത്തുന്നുണ്ട് കൈത്തറിയിൽ. അവരൊരുപാട് പുതിയ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ ഈ തൊഴിലാളികൾക്കെല്ലാം വലിയ ഗുണമായി കൈത്തറിയുടെ വലിയ സാധ്യത. അപ്പോൾ അത് വന്നാൽ ഈ പറയുന്ന മാതിരി തെയ്യം, കൈത്തറി ഇതൊക്കെ വെച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ ഫുഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണൂരിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കണ്ണൂരിൻ്റെ മാത്രം ഞാൻ കണ്ണൂരുകാരനായതുകൊണ്ട് അഹങ്കാരത്ത് പറയാം. പക്ഷേ കുറച്ചുകൂടി ആദിത്യ മര്യാദ കൂടി ജനങ്ങളുമാണ്. അത് ഞാൻ പറയുമ്പോൾ അത് സെൻസേഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരു കപ്പ് ചായ കൊടുക്കാതെ ആരും മറ്റുള്ളക്കാർ അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയക്കാരൻ കൂടിയാകുമ്പോൾ പറയുമ്പോൾ കണ്ണൂർ സ്വത്തും ഒന്ന് ഇതിനകത്ത് രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെയുള്ള ഈ തറികളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു എക്സിബിഷൻ പോലെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്താലോ, ഇവിടെ ഉള്ള ആൾക്കാർ ഈ പ്രോഡക്റ്റുകളെല്ലാം അത് ചെയ്യാറുണ്ട്. ഓണം വിഷു ഒക്കെ വരുമ്പോൾ എക്സ്പോസ് കണ്ണൂർ തന്നെ ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. അത് ഡിബേറ്റ് ടൈമെല്ലാം ഇവർ മേള വെച്ച് ഗാദി ഉണ്ട്, അതുപോലെ ആൾക്കാരെ കുറെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കുറെയൊക്കെ കണക്ട് ചെയ്തിട്ട് കാരണം ഞാൻ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഓടുവിട്ട് അമ്പലത്തിന്റെ കൊടിമരം ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മുടെ മണ്ഡലത്തിലാണ്. എൻ്റെ നാടാണ് വെങ്കല ഗ്രാമം. വെങ്കല ഗ്രാമം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായത് അത് ഓട്ട്
പാത്രങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ എല്ലാം അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 കൊല്ലം മുമ്പ് അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഡെയിലി ചോദിച്ചാൽ നിന്നിട്ടുണ്ട്. കാരണം അതൊരു പ്രത്യേക ഞാനത് നേരത്തെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ എൻ്റെ നാടാണ്. കുഞ്ഞുമംഗലത്തെ വെങ്കല ഗ്രാമം വളരെ വളരെ അതെല്ലാം കണക്ട് ചെയ്ത് എന്താ അത് നമുക്ക് കാണാൻ തന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കാഴ്ച തന്നെ ഉണ്ട് അതിൽ. കുറച്ച് ടൈം എടുക്കും, മണിക്കൂറുകളും കാത്തിരിക്കണം. പക്ഷെ ആ ഒരു പ്രോസസ്സ് ശരിക്കും അതിലൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്ളോഗേഴ്സിനൊക്കെ നല്ലൊരു സാധനമാണ്. 2 ദിവസം അവർ ഏതായാലും നിങ്ങളുടെ ഒരു സഹായം കൂടി കണ്ണൂരിന്റെ ടൂറിസത്തിന് ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാം. മാഡത്തിന് നമ്പർ 943 അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമുക്ക് ആയിക്കോട്ടെ. ഞാൻ എന്തായാലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് നിങ്ങൾ പറയുന്ന സജഷൻസും ടൂറിസം മന്ത്രിയോട് നമുക്ക് സംസാരിക്കാം. ഇത് നമ്മുടെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എന്താ ചെയ്ത് നിങ്ങൾ ഹെൽപ്പും കൂടി വാങ്ങിച്ചുകൊണ്ട് ഏതായാലും ശേഷം കണ്ണൂർ കോടിയേരി മണ്ഡല സമയത്തായിരുന്നു ടൂറിസം മന്ത്രിയായിരുന്നു. അതിനുശേഷം കണ്ണൂരിന് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടൊന്നും അറിയത്തില്ല. കണ്ണൂരിൽ ടൂറിസം സാധ്യത വളരെ വലുതാണ്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കരമായിട്ട് അൺഎക്സ്പ്ലോർഡ് ആണ്. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ണൂരിലെ ബീച്ചസ് ആണ്. നിങ്ങളിപ്പോ ഞങ്ങൾ എല്ലാവരും കോവളം വിൽക്കുന്നു, അല്ലാതെ പല സ്ഥലത്തും വിൽക്കുന്നു, മാരാരി വിൽക്കുന്നു. അതിനേക്കാൾ ഏറ്റവും നല്ല ബീച്ച് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ ബീച്ച്. ഞാൻ കോഴിക്കോടുകാരനാണ് ബേസിക്കലി. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന കണ്ണൂരിലെ ബീച്ചസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ ആഞ്ചലോ ഫോട്ടോ പല സ്ഥലങ്ങളിൽ ഒത്തിരി സ്ഥലമുണ്ട്. പക്ഷേ ഹൈലി അൺഎക്സ്പ്ലോർഡ് റിവർ ടൂറിസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഗവൺമെൻറ് തന്നെയാണ്, ഗവൺമെൻറ് പ്രൊജക്ട് തന്നെയാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അറ്റ് ടൈം ഒരു 90 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പഴയങ്ങാടി പുഴയിൽ നമ്മളിപ്പോൾ 1 വീക്ക് കൊണ്ടത് മറ്റ് നടപടിക്രമം പൂർത്തിയായി അത് കൊടുക്കാം. ഈ റിവർ ടൂറിസം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ കൂടിയാണ്. വലിയ സാധ്യതയാണ്. അതോടെ ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയും, എൻ്റെ മണ്ഡലത്തെ ഞാൻ കുറച്ചുകൂടി അവിടെ 7 പ്രദേശമൊക്കെ 10 പ്രദേശം എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് ആണ്. പുഴമീൻ നന്നായിട്ട് കിട്ടുന്നതാണ്. ഈ കരിമീനും ചെറുതമീനും ഞണ്ടും കൊഞ്ചൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. റിവർ ടൂറിസം, തെയ്യം, പിന്നെ ഒക്കെ ഇതാണോ ഈ DTPCയുടെ സെക്രട്ടറി തന്നെയുണ്ട്. ബാക്കി 5 മിനിറ്റ്സ് ഇവരോടൊപ്പം ചിലവഴിക്കാൻ പറ്റും. നമ്മുടെ ടൂറിസത്തിന് കുറച്ച് സഹായമാവും. ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ളത് ചില കാര്യങ്ങൾ ഞാൻ ഇവരോട് പങ്കുവെച്ചിട്ടുണ്ട്. DTPC സെക്രട്ടറി എന്ന് പറയുന്ന ജ്യോതിഷിനാണ്. ജ്യോതിഷ് ഞങ്ങളുടെ മെമ്പറാണ്. ഇവരൊക്കെ ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാം. ഇവരുടെ ഒരു 3 days ഇവർ നമ്മുടെ കണ്ണൂരിലുണ്ട്. ശരിക്കും പോകുന്ന DTPC കൂടി ഇവരെ കുറച്ച് ഉപയോഗിക്കാം. പ്രൊമോട്ട് ചെയ്യണം. നമ്മളെപ്പോലെ ഏജൻസി നമ്മളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മളാണ് നമ്മുടെ ടൂറിസം മന്ത്രി നല്ല ഇനീഷ്യേറ്റീവ് എല്ലാ കാര്യത്തിലും എടുക്കുന്നുണ്ട്. കേരളത്തിലെ മൊത്തം ടൂറിസത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടി നിങ്ങളുടെ പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അതെ നമ്മൾ പല കാര്യങ്ങളും ഇന്ററാക്ട് ചെയ്തതാണ്. നമുക്കറിയാം. ഞാൻ പറഞ്ഞ ബേസിക്കലി കണ്ണൂർ ഏരിയ നല്ലൊരു പ്രോഡക്റ്റ് ഉള്ളപ്പോൾ നമ്മൾ വിൽക്കാനായിട്ടുള്ള ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തു. വേറെ ഒന്നുമല്ല, ഉള്ളി കണ്ണൂർ അത് നോക്കാം. ഞാൻ കളക്ടറോട് കൂടി പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മൾ വിലയോടെടുക്കുന്നത് അപ്പോൾ കണ്ണൂരിൻ്റെ ടൂറിസത്തെ നന്നായി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ സബ്ജക്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം നിന്നോട് എന്താ പരിപാടി?